വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്, എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമാണ്. ഞങ്ങൾ 9 വർഷമായി പ്രണയത്തിലായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ സാധിച്ചത്. രണ്ട് കുടുംബവും സമ്മതിച്ചിട്ടാണ് മാരേജ് കഴിച്ചത്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്നുള്ളൊരു കാരണം ഞങ്ങൾ നേരത്തെ നേർന്നിരുന്നു, കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സാധിച്ചു. ഈ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാണല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ. അതെ, എന്ത് തോന്നുന്നു അങ്ങനെ ഒരു സന്തോഷം. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. എങ്ങനെയായിരുന്നു നിങ്ങൾ പരിചയപ്പെട്ടത്? അത് ഞാൻ പാലക്കാട് വന്ന സമയത്താണ് കണ്ട് പരിചയപ്പെട്ടതാണ്. പിന്നെ അങ്ങനെ മലപ്പുറത്താണ് എൻ്റെ വീട്. മലപ്പുറം ചേളാരി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഫസ്റ്റ് ഞാനാ പറഞ്ഞത് ഇഷ്ടമാണ്. ഒരു 6 മാസം ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ രണ്ടാൾ പരസ്പരം ഞങ്ങൾ രണ്ടാളെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് അങ്ങനെ ഇഷ്ടമായി. ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, രണ്ട് ഫാമിലി അംഗീകരിച്ചിട്ട് മാത്രം ചെയ്യാം വിവാഹം. അത് കുറേ നല്ല ടൈം, അതുകൊണ്ടാണ് ഈ 9 വർഷം. അവരെ മനസ്സിലാക്കിയെടുക്കാനുള്ള സമയമാണ്. അത് എൻ്റെ ഫാമിലി പിന്നെയും കുറച്ച് കുഴപ്പമില്ലായിരുന്നു. ആളുടെ ഫാമിലി കുറച്ച് സമയമെടുത്തു. പിന്നെ എല്ലാവരും ഓക്കെയാണ്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാ കുടുംബക്കാർ മൊത്തത്തിൽ കുറച്ച് 2-3 ആൾക്കാരും മാറി നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ വീട്ടിൽ റിസപ്ഷൻ നടക്കുന്നത് കൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടില്ല. കുറച്ച് പേര് വന്നിട്ടുള്ളൂ. വളരെ സന്തോഷം. ഇപ്പം ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുമ്പോൾ കുറേ ആൾക്കാർ മാറി നിൽക്കുന്നു, കുറേ പേര് വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. അവരോടൊക്കെ എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യേണ്ടത്? ശരിക്കും അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. നമ്മൾക്ക് എന്താ പറയുക, നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കൂടെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റുള്ളവർ എന്താ പറയുക, എനിക്കിപ്പോൾ ഞാൻ കാര്യമായിട്ട് എൻ്റെ വീട്ടുകാരെ ഞാൻ സപ്പോർട്ടേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. വീട്ടുകാരെ എൻ്റെ ഫാമിലി അവർ കൂടുതൽ ആൾക്കാർ സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് ഹാപ്പി ആയിരിക്കും. ഇവരുടെ ആളെ കണ്ട് ആളുടെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടപ്പോൾ എന്താ ശരിക്കും നമുക്കിതുവരെ കിട്ടാത്തൊരു കെയറിംഗ് ഒക്കെ കിട്ടും. നമ്മൾ വീട്ടുകാരൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ടായി കൂടെ നിന്നു. ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ എത്തി. ഇനി മുന്നോട്ട് ഇതുപോലെ പോകണം. ഇതുപോലെ ആളെപ്പോലെ ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്താണ്? അവരോട് പറയുന്നത്, ഞങ്ങൾ മനുഷ്യന്മാരാണ്, ഞങ്ങളെ മനുഷ്യരായിട്ട് കാണുക, അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ലോകത്തിൽ ആരും വേറിട്ട് നിൽക്കണവരല്ല. ഇപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത്. അപ്പോൾ ആദ്യത്തെ ട്രാൻസ് കല്യാണമാണ്. ടെൻഷൻ ഉണ്ടായിരുന്നോ? അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ശരിക്കും നടക്കുമെന്ന് അറിയില്ല. പക്ഷേ നല്ല സപ്പോർട്ടീവായിരുന്നു ഇവിടുത്തെ എല്ലാവരും. പിന്നെ ആഗ്രഹം പോലെ നടന്നു. ഈ അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. അവർ ഒരു ഇതും പറഞ്ഞില്ല. ഭയങ്കര അവർക്കും സന്തോഷമായിരുന്നു പറയുന്നത്. അറിഞ്ഞു, ഞാൻ കേട്ടറിഞ്ഞു. പ്ലാൻ ചെയ്തോ? ഇല്ല, പ്ലാൻ ചെയ്തിട്ടില്ല. എന്താ ചെയ്യുന്നത്? ശരിക്കും കോൺടാക്ട് വർക്കാണ് മലപ്പുറത്താണ്. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതമാണ്. ഞങ്ങളുടെ കുടുംബം സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ, താങ്ക് യു.